ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പ്രവീണ പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും അരവിന്ദേട്ടന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ. ഇത് കേട്ട് ജയബാലൻ പറയുകയാണ്, നാളെയോ മറ്റന്നാളോ ഒന്ന് പോകാം. നീ നേരത്തെ പറഞ്ഞതുപോലെ സംശയം നാട്ടുകാർക്കുണ്ടാകരുതല്ലോ. പ്രവീണ പറയുന്നു, എനിക്ക് സംശയമൊന്നും ഇല്ലേട്ടാ. വിശാലുമായി ഫോണിൽ സംസാരിക്കുന്ന യമുന ജയബാലന്റെ സംസാരം ശ്രദ്ധിക്കുകയാണ്. വിശാൽ ചോദിക്കുന്നു, യമുന കേൾക്കുന്നുണ്ടോ? ഹലോ, ഫോൺ കട്ടായില്ലല്ലോ, സിഗ്നൽ ഫുൾ ആണല്ലോ. യമുന ഹലോ എന്ന് പറയുമ്പോൾ വിശാൽ ചോദിക്കാനാ, എവിടെ പോയിരുന്നു കുറച്ചു സമയം? യമുന പറയുന്നു, ഒന്നുമില്ല. ജയബാലനങ്ങൾ അവിടെ ഉണ്ടോ വിശാലെ? ഉണ്ടല്ലോ എന്ന് വിശാൽ പറയുമ്പോൾ യമുനെ ഓർക്കുകയാണ് കാവേരിയുടെ വാക്കുകൾ. ജയബാലനങ്ങൾ തിരുവിലാമലയില, നാളെ വന്നിട്ട് ബാങ്കില് നേരിൽ പോയി സംസാരിക്കാമെന്നാ പറയുന്നത്. തുടർന്ന് യമുന ചോദിക്കുന്നു, അങ്കിള് പുറത്തു പോയിട്ട് നേരത്തെ എത്തിയോ? വിശാൽ പറയുന്നു, അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം? യമുന പറയുന്നു, ഒന്നുമില്ല, ഞാൻ വെക്കുവാണേ. അങ്ങനെ യമുന ഫോൺ കട്ട് ചെയ്യുമ്പോൾ വിശാൽ ചോദിക്കാണ്, ഹലോ യമുനെ, എന്തു പറ്റി? അങ്ങനെ വിശാൽ ഫോണിലേക്ക് നോക്കുമ്പോൾ കോള് കട്ടായെന്ന് മനസ്സിലാവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഗംഗ പറയുന്നു, കുഴപ്പമൊന്നും ഉണ്ടാകില്ലമ്മേ, എന്തു വന്നാലും നമുക്ക് നോക്കാം. കാവേരി പറയുന്നു, ജയപാലനങ്ങൾ നാളെ വരുമെന്നല്ല പറഞ്ഞത്, വന്നിട്ട് ബാങ്കിൽ പോയി പ്രശ്നം പരിഹരിച്ചോളും. യമുന പറയുന്നു, നാളെ വരാനായിട്ട് ജയപാലനങ്ങൾ പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ, അങ്കിള് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി യമുനയെ നോക്കുമ്പോൾ ഗംഗ ചോദിക്കുന്നു, അതെങ്ങനെ നിനക്കറിയാം? യമുന പറയുകയാണ്, അല്ല, കോളേജിൽ എന്നുവരെയാ ലീവെന്നറിയാൻ വിശാൽ എന്നെ വിളിച്ചിരുന്നു. അപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ പിന്നെ ഇന്ന് ജയപാലനങ്ങളുടെ ശബ്ദം കേട്ടു. ശാരദ പറയുന്നു, അത് വേറെ ആരുടെയെങ്കിലും ശബ്ദമായിരിക്കും മോളെ. കാവേരി പറയുന്നു, അതെ അമ്മേ, ജയപാലനങ്ങൾ നാളെ തിരുവില്ലാമലയിൽ നിന്നും എത്തുകയുള്ളൂ എന്നാ പറഞ്ഞത്. യമുന പറയുന്നു, അല്ല ചേച്ചി, അത് ജയപാലനങ്ങളുടെ ശബ്ദം തന്നെയാ. സംശയം തീർക്കാൻ ഞാൻ വിശാലിനോട് ചോദിച്ചു, അങ്കിള് പുറത്തേക്കൊന്നും പോയിട്ടില്ല, രാവിലെ മുതൽ അവിടെ തന്നെ ഉണ്ടെന്ന് അവൻ പറഞ്ഞത്. ഇത് കേട്ട് കാവേരി സംശയത്തോടു കൂടി ഇരിക്കുമ്പോൾ ശാരദ പറയുന്നു, മണ്ടത്തരം പറയാതെ പെണ്ണെ, വീട്ടിലുണ്ടായിട്ടും ജയപാലേട്ടൻ എന്തിനാ നമ്മളോടില്ലാന്ന് പറയുന്നത്? കാവേരി പറയുന്നു, യമുന പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടമ്മേ. അച്ഛൻ മരിച്ചതിന് ശേഷം ജയപാലനങ്ങളിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അച്ഛന്റെ ചിതയ്ക്ക് കൊള്ളി വെച്ച് അന്ന് ഇറങ്ങിപ്പോയതാ. എന്താവശ്യമുണ്ടെങ്കിലും മംഗളും കുടുംബവും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി അങ്കിള് നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? അച്ഛനെ പറ്റി നമുക്കറിയാത്തത് എന്തെങ്കിലും മംഗളിന് അറിയുമോ? ശാരദ പറയുന്നു, വേണ്ടാത്തത് പറയല്ലേ കാവേരി, ദൈവദോഷം കിട്ടും നിനക്ക്. അരവിന്ദേട്ടൻ പോയതിൽ നമുക്ക് എന്തോരം വിഷമമുണ്ടോ അത്രയും വിഷമമുണ്ട് ജയപാലേട്ടനും. നിങ്ങളെയൊക്കെ കാണുന്നതിന് മുമ്പേ, എന്തിന് എന്നെ കാണുന്നതിന് മുമ്പേ അവരടുത്ത കൂട്ടുകാരാ. കാവേരി ചോദിക്കുന്നു, എങ്കിൽ പിന്നെ എന്തിനാമേ നമ്മള് ജപ്തി പ്രശ്നം പറയുമ്പോൾ അങ്കിള് തിരുവില്ലാമലയിലാണെന്ന് കള്ളം പറയുന്നത്? ശാരദ പറയുകയാണ്, ജയപാലേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. കാവേരി പറയുന്നു, അത്ര അടുപ്പമുള്ള ഒരാള് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഓടി വരേണ്ടതല്ലേ? ശാരദ പറയുന്നു, അതൊന്നും എനിക്കറിയില്ല. ജയപാലേട്ടൻ വന്നില്ല എങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അത് വെച്ച് വെറുതെ അദ്ദേഹത്തെ സംശയിക്കരുത്. യമുന പറയുന്നു, ഇവിടെ സംശയത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലമ്മേ, അങ്കിൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നാ മനസ്സിലാകാത്തത്. ശാരദ പറയുന്നു, മക്കളെ, അച്ഛന് നമ്മൾ അറിയാത്ത ഒരു രഹസ്യവും ഇല്ല. നിങ്ങളും കണ്ടതല്ലേ, ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് നടന്ന മനുഷ്യനാ. തലേ ദിവസം പുറത്തുപോയി വന്നതിന് ശേഷമാ ആളാകെ മാറിയതുപോലെ കണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മളെല്ലാം മാറി മാറി ചോദിച്ചതല്ലേ, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? കാവേരി ഓർക്കുന്നു, അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കാവേരി അരികിൽ ചെന്ന് അരവിന്ദനോട് ചോദിച്ചത്. തുടർന്ന് കാവേരി പറയുകയാണ്, അച്ഛൻ നമ്മളോടൊന്നും പറഞ്ഞില്ല എന്ന് കരുതി പ്രശ്നമൊന്നും ഇല്ല എന്ന അർത്ഥമുണ്ടോ? ശാരദ പറയുന്നു, എടി, ഉണ്ടെങ്കിൽ അച്ഛൻ ഇത് നമ്മളോട് പറയില്ലേ? ഗംഗ പറയുകയാണ്, നമ്മളോട് പറയാൻ അച്ഛൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിലോ? ശാരദ ചോദിക്കുന്നു, അങ്ങനെ ഒരു കാര്യമുണ്ടോ? കാവേരി പറയുകയാണ്, അമ്മ തന്നെ ഇപ്പൊ പറഞ്ഞു, നമ്മളെക്കാൾ അച്ഛനടുപ്പം ജയപാലനങ്ങളിനോടാണെന്ന്. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഉണ്ടെങ്കിലോ? ഗംഗ പറയുന്നു, പുറത്തു പോയിട്ട് മനസ്സ് കൈവിട്ടതുപോലെ അച്ഛൻ തിരിച്ചു വന്നത്. അച്ഛൻ ഇവിടുന്ന് പോയി തിരിച്ചെത്തുന്നതിന്റെ ഇടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. യമുന പറയുന്നു, എന്തായാലും അച്ഛൻ വെറുതെ പുറത്തു പോയതല്ല, ആരെയോ കാണാൻ വേണ്ടി പോയതാ. ആരെ കാണാനാ പോയതെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാവേരി പറയുന്നു, ഇനി അച്ഛൻ പുറത്തു വെച്ച് കണ്ടത് ജയപാലനങ്ങളിനെ തന്നെയാണെങ്കിലോ? അവർക്കിടയിൽ നമ്മൾ അറിയാൻ അച്ഛൻ ആഗ്രഹിക്കാത്ത എന്തോ രഹസ്യം സംബന്ധിച്ച സംസാരം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ആയിരിക്കും അച്ഛനെന്ന് അത്രയും വയ്യാതായത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അച്ഛൻ മരിച്ചതിന് ശേഷം ജയപാലനങ്ങൾ ഇങ്ങോട്ട് വരാത്തത്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി കാവേരിയുടെ തോളിലേക്ക് തള്ളി ശാരദ പറയുകയാണ്, എടി, തോന്നിവാസം പറയുന്നു. അച്ഛനും ജയപാലനങ്ങളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നാ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഓരാത്മാവും രണ്ട് ശരീരവുമായിട്ട് ജീവിച്ചവരാ. അരവിന്ദേട്ടൻ പോയതോടുകൂടി പാതി ചത്ത അവസ്ഥയിലാ പാവം. നീയൊക്കെ അദ്ദേഹത്തെ ദൈവത്തിന്റെ സ്ഥാനത്ത് കണ്ട് പൂവിട്ട് പൂജിക്കുകയാ വേണ്ടത്. ജയപാലേട്ടനെ പറ്റി വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ അരവിന്ദേട്ടൻ മക്കളുടേതാണെങ്കിലും പല്ലിടിച്ച് താഴെയിടും. ആ സ്ഥാനത്ത് നിന്ന് വേണ്ടി വന്നാൽ ഞാൻ അത് ചെയ്യും. ജയപാലേട്ടൻ നാളെ ഇങ്ങെത്തും, ബാങ്കിലെ പ്രശ്നങ്ങളെല്ലാം തീർക്കുകയും ചെയ്യും. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു, ഇനി ഒരു തവണ കൂടി പറയാൻ മാ തുറന്നാൽ നോക്കിക്കോ, ആരാണെങ്കിലും കിട്ടും. അങ്ങനെ ശാരദ അകത്തേക്ക് പോകുമ്പോൾ യമുന പറയുന്നു, എന്തോ കുഴപ്പമുണ്ടല്ലോ ചേച്ചി. കാവേരി സംശയത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാവേരിയെ കുറിച്ച് ആലോചിച്ച് കിടക്കുകയാണ് നിവിൻ. അരികിലേക്ക് വന്ന രാജേശ്വരി ചോദിക്കുന്നു, നിവിൻ,
നിവിൻ നീ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ലെന്ന് നിവിൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ് വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. നിവിൻ പറയുന്നു വേണ്ടമ്മേ എനിക്ക് വിശപ്പില്ല. രാജേശ്വരി പറയുകയാണ് നിന്റെ കോളേജിൽ തന്നെ വിളിച്ചിരുന്നു, നീ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത് എന്താന്ന് ചോദിച്ചു. നിന്നെ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. അച്ഛൻ വിളിച്ചപ്പോഴും ചോദിച്ചു നിന്റെ ഫ്യൂച്ചർ പ്ലാൻ. നിവിൻ പറയുന്നു ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. രാജേശ്വരി പറയുകയാണ് ഞാനത് പ്രതീക്ഷിച്ചു. ലോകം അറിയുന്ന ഒരു ഷെഫ് ആകണമെന്നായിരുന്നു ആദ്യം, പിന്നെ അത് വിട്ടു പൈലറ്റ് ആകണമെന്നായി. അതും കഴിഞ്ഞപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. ഇനി വേറെന്താ? നമ്മുടെ അക്കൗണ്ടന്റ് യമുന വിളിച്ച് നീ ഹൗസിംഗ് ലോണിന്റെ നിയമവശങ്ങളെ പറ്റിയും സർക്കാർ നടപടികളെ പറ്റിയൊക്കെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റിലാണോ പുതിയ ഇൻട്രസ്റ്റ്? നിന്നെ പോലൊരു ശുദ്ധഗതിക്കാരന് പറ്റിയൊരു ഫീൽഡ് അല്ല അത്. പലരും കബളിപ്പിക്കും, പണം നഷ്ടപ്പെടും. നിന്റെ കമ്പങ്ങളൊന്നും നീണ്ടു നിൽക്കുന്നതല്ലാന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക്. കുട്ടിക്കളിക്കുള്ള പ്രായം കഴിഞ്ഞു. ലൈഫിനെ സംബന്ധിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് എടുത്തുചാട്ടമൊന്നും വേണ്ട. ഇനിയുള്ള തീരുമാനങ്ങളൊക്കെ അച്ഛനും അമ്മയ്ക്കും വിട്ടേക്ക്. അങ്ങനെ രാജേശ്വരി അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി കിടക്കുകയാണ് നിവിൻ. പിന്നീട് കാണിക്കുന്നത് രാവിലെ തണുത്ത് വിറച്ച് പുറത്തിരിക്കുകയാണ് മുത്തശ്ശി. ശാരദ ചായയുമായി അരികിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു നിളക്ക് പനി കുറവുണ്ടോ മോളെ? കുറവുണ്ട് അമ്മയെന്ന് ശാരദ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ദൈവം കാവലുണ്ടാകും. ദൈവം എന്ന് ശാരദ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എന്താടി? ശാരദ പറയുന്നു ആ ദൈവത്തിന് ഇത്തിരി കാരുണ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അരവിന്ദേട്ടനെ കൊണ്ടുപോകുമായിരുന്നു അമ്മേ. 4 മക്കളെ എന്റെ കൈകളിലേക്ക് തന്നിട്ട് ദൈവം ഇപ്പൊ പറയുക എന്താന്ന് വെച്ചാ ചെയ്തോളാൻ. അങ്ങനെ മുത്തശ്ശിയും ശാരദയും കരയുമ്പോൾ പുറത്തേക്ക് പോകാനായി ഒരുങ്ങി കാവേരിയും ഗംഗയും അവിടേക്ക് വരികയാണ്. മുത്തശ്ശി ചോദിക്കുന്നു എങ്ങോട്ടാടി രാവിലെ തന്നെ? ഒരു മരണം ഉണ്ടായിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. കാവേരി ചോദിക്കുന്നു ഞങ്ങള് വീട്ടിലിരുന്നാൽ കാര്യങ്ങൾ നടക്കുവോ അച്ഛമ്മേ? ഞങ്ങൾക്ക് ജയപാലനങ്ങളുടെ വീട് വരെ ഒന്ന് പോണം. ശാരദ ചോദിക്കുന്നു എന്താടി ബാങ്കിന്റെ കാര്യോ? കുറച്ചു നേരം ഒന്ന് ക്ഷമിച്ചാൽ ജയപാലേട്ടൻ തന്നെ ഇങ്ങ് വരില്ലേ മോളെ? കാവേരി പറയുന്നു അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലമ്മേ, നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. ശാരദ പറയുന്നു പോകുന്നതൊക്കെ കൊള്ളാം, വഴിയിൽ കാണുന്നവരോടെല്ലാം വർത്താനം പറഞ്ഞു നിൽക്കരുത്. രാധമ്മ പറയുന്നു 4 പേര് കണ്ടാൽ 4 തരത്തിലായിരിക്കും പറയുക. ശാരദ പറയുകയാണ് പിന്നെ ഇവിടെ ഒന്ന് നോക്കിക്കോണം, ജയപാലേട്ടനോട് മര്യാദയ്ക്ക് സംസാരിക്കണേ. ഇന്നലെ രാത്രി ഇവള് പറയുക ജയപാലേട്ടൻ എന്തോ മറക്കുന്നെന്നോ കള്ളം പറയുന്നുണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ജയപാലനൊന്ന് രാധമ്മ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അച്ഛമ്മേ, ജയപാലനങ്ങൾ പഴയതുപോലെ അല്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. രാധമ്മ ചോദിക്കുന്നു പിന്നെ? ഗംഗ പറയുകയാണ് സംസാരിച്ചേൽക്കാൻ സമയമില്ല, ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം. ശാരദ പറയുന്നു ദേ ഒരു തവണ കൂടി ഞാൻ പറയുക, ജയപാലേട്ടനോട് മര്യാദയ്ക്ക് സംസാരിക്കണം. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുള്ളൂ, അദ്ദേഹം തന്നെ എല്ലാം പരിഹരിച്ചോളും. ഇത് കേട്ട് കാവേരി മൂളുമ്പോൾ നീ വന്നു പറഞ്ഞ് കാവേരിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഗംഗ. രാധമ്മ പറയുന്നു ജയപാലന് വലിയ വിഷമമായി കാണുമല്ലേ, ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കൂടെ നടന്നിട്ട്. ശാരദ പറയുകയാണ് അതൊക്കെ ഈ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാകുമോ അമ്മ? തുടർന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് ജയപാലൻ. ചിരിച്ചുകൊണ്ട് ജയപാലൻ പറയുന്നു അതൊക്കെ മറക്കാൻ പറ്റുമോ? ആ പിന്നെ വേണം വേണം, പഴയതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ കേട്ടോ. അയ്യോ അത് പറ്റത്തില്ല, വീട്ടിൽ പറ്റത്തില്ല. വീട്ടിൽ ഞാൻ നല്ല കുട്ടിയാ, ദേവി പാദങ്ങളെ ഉപാസിച്ചു കഴിയുന്ന പാവ ഒരു ഭക്തനാ. ആ പിന്നെ നമുക്ക് തോട്ടത്തിലെ ഒരു സെറ്റപ്പ് ഉണ്ട്, കുറുങ്ങിക്കാട്ടെ, അങ്ങോട്ട് വന്നാ മതി. അതെ അത് നമ്മുടെ സാമ്രാജ്യമോ, അവിടെ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. തീയതിയും സമയമൊക്കെ താൻ തന്നെ ഫിക്സ് ചെയ്താൽ മതി, എല്ലാവരെയും വിളിച്ചോടോ. ഈ സമയം ചായയുമായി അവിടേക്ക് വന്ന പ്രവീണ ഏട്ടാന്ന് വിളിക്കുകയാണ്. ജയപാലൻ പറയുന്നു എടാ ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ ജയപാലൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ പ്രവീണ പറയുന്നു ഏട്ടാ ചായ. ജയപാലൻ ചായ വാങ്ങിച്ചു കുടിക്കുമ്പോൾ പ്രവീണ ചോദിക്കുന്നു പോകുന്നില്ലേ? എങ്ങോട്ടാണെന്ന് ജയപാലൻ ചോദിക്കുമ്പോൾ പ്രവീണ പറയുകയാണ് അരവിന്ദേട്ടന്റെ വീട്ടിലേക്ക്. ജയപാലൻ ചോദിക്കുന്നു എടി നിനക്ക് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നെഗറ്റീവേ പറയാനുള്ളൂ? ബാങ്കിൽ ജപ്തി, മരണം, ഒരു നിമിഷമെങ്കിലും മനുഷ്യന് മനസമാധാനം തരണം കേട്ടോ. ചുമ്മാ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞ് പ്രവീണയുടെ കയ്യിലേക്ക് ചായക്കപ്പ് കൊടുത്തിട്ട് ജയപാലൻ അവിടെ ഒന്ന് പോവുകയാണ്. വിഷമത്തോടു കൂടി ഒന്ന് ആലോചിച്ച് പ്രവീണ അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നീളയുടെ കയ്യിലും നെറ്റിയിലും ഒക്കെ തൊട്ടു നോക്കി രാധമ്മ പറയുന്നു അയ്യോ നല്ല ചൂടുണ്ടല്ലോ മോളെ. ശാരദ ഗുളികയുമായി അവിടേക്ക് വരുമ്പോൾ രാധമ്മ പറയുകയാണ് ഗുളിക കൊടുക്ക്. നീളയ്ക്ക് ശാരദ ഗുളിക കൊടുക്കുകയാണ്. ഈ സമയം മുറ്റം അടിക്കുകയാണ് യമുന. കാറിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ അവിടേക്ക് വരുമ്പോൾ യമുന ടെൻഷനോട് കൂടി ചൂല് കളഞ്ഞിട്ട് അകത്തേക്ക് ഓടി പോവുകയാണ്. തുടർന്ന് ശാരദ പറയുന്നു ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് കേൾക്കില്ല, 2-3 ദിവസം കൊണ്ട് പെണ്ണിന്റെ കോലം കിട്ടും. ഇന്ന് ഇത് കുടിക്കെന്ന് പറഞ്ഞ് ശാരദ വെള്ളം എടുത്ത് നീളയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ കൂടി വന്ന യമുന പറയുന്നു അമ്മേ ദേ അവര് വന്നിരിക്കുന്നു. ആരാടിയെന്ന് ശാരദ ചോദിക്കുമ്പോൾ യമുന പറയുന്നു ആ ബാങ്കുകാര്. ഇത് കേട്ടൊന്ന് ആലോചിച്ച് നോക്കാന്ന് പറഞ്ഞ് ശാരദ പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും പിന്നാലെ പോകുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന ശാരദ ചോദിക്കുന്നു എന്താ? ആ ഓഫീസർ പറയുകയാണ് കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, വീടിന്റെ ലോൺ അടയ്ക്കാനായിട്ട് നോട്ടീസ് തന്നു, ഇതുവരെ അടച്ചിട്ടില്ല. യമുന പറയുകയാണ് ഇന്നലെ നോട്ടീസ് തന്നതല്ലേ ഉള്ളൂ സർ, ഇന്ന് വീണ്ടും വന്ന പണം അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ആ ഓഫീസർ പറയുന്നു കഴിഞ്ഞ മാസത്തെ ലോൺ അടവിന്റെ കാര്യമല്ല ഞങ്ങൾ ഈ പറയുന്നത്, 8 മാസമായി മുടങ്ങി കിടക്കുന്ന ലോണിന്റെ കാര്യമാണ്. അതിനിടയിൽ എത്ര നോട്ടീസ് അയച്ചു, ഇന്നലെ നേരിട്ട് വന്ന നോട്ടീസ് തരികയും ചെയ്തു. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? യമുന പറയുന്നു സർ നിങ്ങൾ അയച്ചെന്ന് പറയുന്ന നോട്ടീസ് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കേട്ട ഓഫീസർ പറയുകയാണ് അതൊക്കെ തന്നെയാ ഇവിടെ എല്ലാവരും പറയുന്നത്. ശാരദ പറയുന്നു അരവിന്ദേട്ടൻ എടുത്ത ലോൺ അല്ലേ, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അരവിന്ദേട്ടൻ
അരവിന്ദേട്ടനെ അറിയാൻ പാടുള്ളൂ. എന്തായാലും ഇപ്പൊ അരവിന്ദേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം. ആ ഓഫീസർ പറയുന്നു, ഇനി സാവകാശം ഒന്നും ഇല്ല മാം. റവന്യൂ റിക്കവറിക്കുള്ള കോർട്ട് ഓർഡർ ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ജപ്തി ചെയ്യാനുള്ള കോടതിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ഓഫീസർ പറയുന്നു, മര്യാദയ്ക്ക് വീട് ഒഴിഞ്ഞു തരണം. എടുക്കാനുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ അതും എടുത്തോണ്ട് വീട് ഒഴിഞ്ഞു തരണം. ഞങ്ങൾക്ക് വീട് പൂട്ടി സീൽ ചെയ്യണം. ശാരദ പറയുന്നു, ഇല്ലെങ്കിലോ? ഇത് കേട്ട് ബാങ്ക് ഉദ്യോഗസ്ഥർ മുഖത്തോട് മുഖം നോക്കുമ്പോൾ ശാരദ പറയുകയാണ്, എന്റെ അരവിന്ദേട്ടൻ ഞങ്ങൾക്കുണ്ടാക്കി തന്ന വീടാണിത്. ഇവിടുന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ നിങ്ങളാരാ? ആ ഓഫീസർ പറയുന്നു, മാഡം ഇത് കോടതി ഉത്തരവാ, നിങ്ങൾ അത് അനുസരിച്ചേ പറ്റൂ. ശാരദ ചോദിക്കുന്നു, കോടതിയുടെ ഉത്തരവുണ്ടെന്ന് വെച്ച് ഞാനും എന്റെ 4 പെൺമക്കളും തെരുവിലേക്ക് ഇറങ്ങണോ? അങ്ങനെ ഏത് കോടതിയാ പറഞ്ഞത്? അരവിന്ദേട്ടൻ അങ്ങനെ ആർക്കും കടമൊന്നും വെക്കുന്ന ആളൊന്നുമല്ല. ഇത്രയും വർഷം കൃത്യമായിട്ട് അടച്ചതാണല്ലോ. പിന്നെ നിങ്ങൾ പറയുന്ന 8 മാസം അത് അന്വേഷിച്ചിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യാം. ജയപാലേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഓഫീസർ പറയുന്നു, മാഡം ഡോക്യുമെന്റ്സ്, പണം, ആഭരണങ്ങൾ അങ്ങനെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്തോണ്ട് വേഗം ഇറങ്ങി തരണം. 1/2 മണിക്കൂർ സമയം തരും. നിങ്ങളായിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതെല്ലാം മാരി പുറത്തിട്ടിട്ട് ഞങ്ങൾക്ക് വീട് പൂട്ടേണ്ടി വരും. ഇത് കേട്ട് രാധമ്മ ചോദിക്കുന്നു, എന്ത് അക്രമമാ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ അരവിന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ മുറ്റത്ത് വന്ന് ഇങ്ങനെ പറയുമായിരുന്നോ? അവൻ മരിച്ചു എന്നറിഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതിനൊക്കെ ധൈര്യം വന്നത്? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ വന്ന് എന്തും പറയുകയും ചെയ്യുകയും ആവാന്നാണോ? ആ ഓഫീസർ പറയുന്നു, മാഡം പറഞ്ഞ സമയം കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ശാരദ ചോദിക്കുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോകുമോ? പേടിപ്പിക്കല്ലേ സാറന്മാരെ? 4 പെൺപിള്ളേരെ ഒറ്റയ്ക്ക് വളർത്തിയവളായി ശാരദ. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. വാമ വാടി എന്ന് പറഞ്ഞ് ശാരദ രാധമ്മയും യമുനയും കുട്ടി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ആ ഓഫീസർ പറയുന്നു, മാഡം പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ കാണിക്കുന്നത് നിയമലംഘനമാണ്. ശാരദ പറയുന്നു, മനുഷ്യനെ വില വെക്കാത്ത നിയമത്തിനെ ഞങ്ങളും വില വെക്കില്ല സാറേ. വാടി. അങ്ങനെ എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കയറിയ ശാരദ വാതിലടയ്ക്കുകയാണ്. ശാരദ ടെൻഷനോടുകൂടി അവിടേക്ക് വന്നിരിക്കുമ്പോൾ നിള ചോദിക്കുന്നു, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോ അമ്മേ? നിളയെ തലോടിക്കൊണ്ട് ശാരദ പറയുന്നു, മോള് പേടിക്കണ്ട, ജയപാലേട്ടൻ ഇപ്പൊ വരും, ബാക്കിയൊക്കെ ജയപാലേട്ടൻ നോക്കിക്കോളും. അങ്ങനെ അവരെല്ലാവരും ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. യമന സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ജപ്തി നടപടികൾക്കായി ബാങ്ക് ഓഫീസർമാര് അരവിന്ദന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടും കൂടി എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് ശാരദ. ജയപാലം വരുമെന്നും ബാങ്കിലെ പ്രശ്നങ്ങൾ തീർക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ശാരദയും രാധമ്മയും. തുടർന്ന് അരവിന്ദന്റെ വീട്ടിലേക്ക് പോലീസ് ജീപ്പ് വരികയാണ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന നിള ഭയത്തോടുകൂടി പറയുന്നു, അമ്മേ പോലീസ്. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ശാരദയും യമുനയും രാധമ്മയും. പിൻവശത്തെ വാതിലിലൂടെ അകത്തേക്ക് കയറി വരികയാണ് പോലീസുകാർ. എല്ലാവരും ഭയത്തോടുകൂടി പോലീസുകാരെ നോക്കുമ്പോൾ അരികിലേക്ക് വന്ന പോലീസ് ഓഫീസർ ജപ്തി നടപടികളെ കുറിച്ച് അവരോട് പറയുകയും കോർട്ട് ഓർഡർ കാണിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയുമാണ്. നിയമവും നീതിയൊക്കെ എല്ലാവർക്കും ഒരുപോലെയാ. ഇറങ്ങണം, ഇറങ്ങിക്കോ. പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങിറങ്ങ്. അങ്ങനെ ശാരദയും രാധമ്മയും യമുനയും നിളയും പോലീസ് ഓഫീസറും കോൺസ്റ്റബിൾസും കൂടി പുറത്തിറക്കുകയാണ്. ബാങ്ക് ഓഫീസർമാർ അവരുടെ അരികിലേക്ക് വരുന്നു. വാതിലിന്റെ അരികിലേക്ക് വന്ന ശാരദ ഒന്ന് ആലോചിച്ച് സ്റ്റെപ്പിലേക്ക് ഇരിക്കുകയാണ്. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, ഇവിടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ശാരദ ചോദിക്കുന്നു, പിന്നെ ഞാൻ എവിടെ ഇരിക്കണം സർ? ഇത് കേട്ട് പോലീസ് ഓഫീസർ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ്. ഓഫീസറിനെ എതിർത്ത് ശാരദ അവിടെ തന്നെ ഇരിക്കുമ്പോൾ കോൺസ്റ്റബിള് ലാത്തിയുമായി ശാരദയുടെ നേരെ വരികയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാധമ്മ. കോൺസ്റ്റബിൾ ലാത്തിയെടുത്ത് ശാരദയെ അടിക്കാനായി തുടങ്ങുമ്പോൾ അയ്യോ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ശാരദയെ കെട്ടിപ്പിടിക്കുകയാണ് യമുനയും നിളയും. ഈ സമയം അവിടേക്ക് വരികയാണ് കാവേരിയും ഗംഗയും. ശാരദയെ അടിക്കാനായി തുടങ്ങിയ പോലീസുകാരിയുടെ ലാത്തിയിൽ കയറി പിടിച്ച് തടയുകയാണ് കാവേരി. ആ പോലീസുകാരി തിരിഞ്ഞു നോക്കുമ്പോൾ വിരൽ ചൂണ്ടി കാവേരി പറയുന്നു, എന്റെ അമ്മയെ തൊട്ടാലുണ്ടല്ലോ. ഇത് കേട്ട് മറ്റൊരു വനിതാ കോൺസ്റ്റബിൾ കാവേരിയെ തല്ലാനായി ലാത്തിയുമായി അരികിലേക്ക് വരുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് ദേഷ്യത്തോടുകൂടി ആ പോലീസുകാരിയെ പിടിച്ചു തള്ളുകയാണ് ഗംഗ. കാവേരിയും ദേഷ്യത്തോടുകൂടി പോലീസുകാരെ നോക്കുകയാണ്. ശാരദയും ഗംഗയും കാവേരിയും പോലീസുകാരെ എതിർക്കുകയാണ്. തല്ലാനായി വരുന്ന വനിതാ കോൺസ്റ്റബിളിനെ തടഞ്ഞ് കാവേരി പറയുന്നു, ആകെ പിടിവിട്ട് നിൽക്കുകയാ ഞങ്ങള്. എന്താ ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല. കോർട്ട് ഓർഡർ ഉണ്ട്, നിയമം അനുസരിച്ചേ പറ്റൂ. നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ശാരദ പറയുന്നു, ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം. അങ്ങനെ ശാരദ അകത്തേക്ക് പോവുകയാണ്. എല്ലാവരും സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. അവിടെ ഇരിക്കുന്ന മണ്ണെണ്ണയും ലൈറ്ററും എടുത്ത് ഒന്ന് ആലോചിച്ച് ശാരദ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ശേഷം ആ മണ്ണെണ്ണ ദേഹത്തെ കുഴിച്ച് തങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് മരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് ലൈറ്റർ എടുത്ത് എല്ലാവരെയും കാണിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടി ഭയത്തോടുകൂടി ശാരദയെ തടയാനായി ശ്രമിക്കുകയാണ് കാവേരിയും ഗംഗയും യമുനയും നിളയും രാധമ്മയും. അവിടേക്ക് വന്ന വിനീതും നിവിനുമെല്ലാം. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.